ഒരിടത്ത് രണ്ട് ഉറ്റ ചങ്ങാതിമാരുണ്ടായിരുന്നു, രാമുവും ഗോപുവും. രാമു ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ്. എന്നാൽ ഗോപു തൻ്റെ ഹോംവർക്കുകളെല്ലാം സമയം കിട്ടുമ്പോൾ ചെയ്തു തീർക്കും. അങ്ങനെ ഗോപു ഹോംവർക്ക് ചെയ്തു തീർന്ന ശേഷം രാമുവിനോട് കളിക്കാൻ കൂടാൻ പറഞ്ഞു. രാമു ആകട്ടെ TV കണ്ടിരുന്നത് കാരണം ഹോംവർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗോപു പറഞ്ഞു, നീ എന്തിനാണ് ഇത്രയും സമയം നഷ്ടപ്പെടുത്തിയത്? ഇത് കളിക്കേണ്ട സമയമല്ലേ? ഇതുവരെ നിന്റെ ഹോംവർക്ക് പോലും ചെയ്തില്ലല്ലോ. രാമു പറഞ്ഞു, എനിക്ക് ഹോംവർക്കൊന്നും എല്ലാ ദിവസവും ചെയ്യാൻ ഇഷ്ടമില്ല, എനിക്ക് കളിക്കാനാണ് ഇഷ്ടം. ഗോപു പറഞ്ഞു, നീ സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ പഠിക്കണം. രാമു ചോദിച്ചു, അതെങ്ങനെയാണ് സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നത്? എനിക്ക് നീ പറയുന്നത് മനസ്സിലാകുന്നില്ല. ഗോപു പറഞ്ഞു, നീ ടെൻഷൻ ആവണ്ട, സമയം എങ്ങനെ തക്കത്തിൽ ഉപയോഗിക്കാമെന്ന് ഞാൻ നിനക്ക് പഠിപ്പിക്കാം. ഓരോ കാര്യങ്ങളും ആ കാര്യങ്ങൾ ചെയ്യേണ്ടതായ സമയങ്ങളിൽ ചെയ്യണം. രാമു പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഗോപു പറഞ്ഞു, ഞാൻ നിനക്കൊരു കഥ പറഞ്ഞു തരാം. ഉറുമ്പിൻ്റെയും മടിയനായ പുൽച്ചാടിയുടെയും കഥ. ഒരിടത്ത് ഒരു മടിയനായ പുൽച്ചാടി ഉണ്ടായിരുന്നു. അവന് ദിവസവും കഴിക്കണം, കളിക്കണം, ഉറങ്ങണം, ഇത് മാത്രമേ വിചാരമുണ്ടായിരുന്നുള്ളൂ. പുൽച്ചാടി പറയുന്നത്, ജോലി ചെയ്യുന്നത് ഭയങ്കര മടുപ്പാണ്, ആ സമയം എൻജോയ് ചെയ്യേണ്ടതാണ്. അപ്പോഴാണ് പുൽച്ചാടിക്ക് മുന്നിലൂടെ ചിട്ടയോടെ കഠിന പ്രയത്നം ചെയ്യുന്ന ഉറുമ്പ് പട്ടാളം നടന്നു നീങ്ങുന്നത് കണ്ടത്. അത് കണ്ട് മടിയൻ പുൽച്ചാടി അവരെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇത്രയും ജോലി ചെയ്യുന്നത് എന്തിനാണ്? ഇവിടെ ഇഷ്ടം പോലെ ആഹാരം ഉള്ളപ്പോൾ. ഉറുമ്പ് പട്ടാളത്തിന് തലവൻ പറഞ്ഞു, ഞങ്ങൾ ഓരോ ജോലികളും അവ ചെയ്യേണ്ട സമയങ്ങളിൽ ചെയ്യുന്നു. തണുപ്പുകാലം വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ആഹാരമെല്ലാം ശേഖരിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ആവശ്യത്തിന് കഴിക്കുകയും കളിക്കുകയും ചെയ്തു കൊള്ളാം. പുൽച്ചാടി അവരെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ശരിക്കും മണ്ടന്മാരാണ്. ഇവിടെ ഇഷ്ടം പോലെ ആഹാരം ഉള്ളപ്പോൾ, അതുമാത്രമല്ല തണുപ്പുകാലം വരാനിരിക്കുന്നതല്ലേ ഉള്ളൂ. പട്ടാളത്തലവൻ പറഞ്ഞു, തണുപ്പ് കാലം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ടെൻഷനാകും. ടൈം തക്കത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ വിഷമിക്കേണ്ടി വരും. പക്ഷെ മടിയനായ പുൽച്ചാടി അതൊന്നും വകവെച്ചില്ല. അങ്ങനെ തണുപ്പ് കാലം വന്നെത്തി. മഞ്ഞുതുള്ളികൾ വരിവരിയായി ആകാശത്ത് നിന്ന് പെയ്തിറങ്ങി. തണുപ്പ് കൂടിക്കൂടി വന്നു. എല്ലാ ചെടികളും ഇലകളും മഞ്ഞുകൊണ്ട് മൂടി. പുൽച്ചാടിക്ക് വിശപ്പ് തീരെ സഹിക്കാൻ വയ്യ. കുടിക്കാൻ വെള്ളം പോലുമില്ല. ദിവസം കഴിയുന്തോറും പുൽച്ചാടി കൂടുതൽ ക്ഷീണിച്ചു തുടങ്ങി. അപ്പോൾ അവൻ കണ്ടു, അങ്ങ് ദൂരെ മാറി ഉറുമ്പ് പട്ടാളം തീയൊക്കെ കത്തിച്ച് ചൂടുകാലത്ത് സൂക്ഷിച്ചു വെച്ച ആഹാരം സന്തോഷത്തോടെ എൻജോയ് ചെയ്ത് കഴിക്കുന്നു. വിശപ്പ് സഹിക്കാൻ വയ്യാതെ പുൽച്ചാടി പട്ടാളത്തലവനോട് ആഹാരം ചോദിച്ചു. ദയ തോന്നിയ പട്ടാളത്തലവൻ പുൽച്ചാടിക്ക് ആഹാരവും വെള്ളവും കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, ഇപ്പോൾ നിനക്ക് മനസ്സിലായോ ആരാണ് യഥാർത്ഥത്തിൽ എൻജോയ് ചെയ്യുന്നതെന്ന്? പുൽച്ചാടിക്ക് ആഹാരം കിട്ടിയതിൽ സന്തോഷവും നന്ദിയും ഉണ്ടായിരുന്നെങ്കിലും അവന് വല്ലാത്ത നാണം തോന്നി. എന്നിട്ട് പറഞ്ഞു, ഐ എം സോറി, ഞാൻ എനിക്ക് കിട്ടിയ ടൈം മാനേജ് ചെയ്തില്ല. പുൽച്ചാടിയുടെ അവസ്ഥ മനസ്സിലാക്കിയ രാമു പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതായ സമയങ്ങളിൽ ചെയ്യണം. ഉറുമ്പ് പട്ടാളത്തെ പോലെ നമ്മളും സമയം തക്കത്തിൽ ഉപയോഗിക്കണം.